hello, welcome to EduPort. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ആനുവൽ എക്സാമിന് വേണ്ടി വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ആനുവൽ എക്സാമിന് നമ്മുടെ ഈ ജമീകോ ജാദു ആത്താ ഹേ അതുപോലെ ഒരുപാട് ഭാഗങ്ങൾ ബാദൽ ദാനി അല്ലേ, നമ്മൾ കുറേ കവിതകളും കഥകളും ഒക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് യൂണിറ്റുകളുടെ ആ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രകൃതിയുടെ നമ്മൾ കൂടുതലായിട്ട് മനുഷ്യന്മാർ പ്രകൃതിയെ കടന്നു കയറുന്നു, പ്രകൃതിയെ ആക്രമിക്കുന്നു, ചൂഷണം ചെയ്യുന്നു അല്ലേ, വെള്ളം മലിനപ്പെടുത്തുന്നു, പ്രകൃതിയെ നമ്മൾ നല്ല രീതിയിൽ നോക്കുന്നില്ല. അങ്ങനെ പല 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 റീസൺ വരുന്ന അല്ലെ പല പല കാരണങ്ങൾ വരുന്ന പല പല ആശയങ്ങൾ വരുന്ന കവിതകളും കഥകളും ഒക്കെ തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് പരിസ്ഥിതി സംരക്ഷൺ കെ ബാരെ മേ കുछ संकेत पट तैयार करे പ്ലക്കാർഡ്സ് എഴുതാനാണ് അല്ലെ. പരിസ്ഥിതി സംരക്ഷണമാണ് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണ മലയാളത്തിൽ അത് തന്നെയാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കോളൂ, ബോക്ഷരൻ ഡോക്കോ മിഠിക്കോ ബച്ചാവോ അല്ലെ, മണ്ണൊലിപ്പ് തടയാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സങ്കേതപ്പെട്ടാണ് എഴുതിയിട്ടുള്ളത്. ബോക്ഷരൻ റോക്കോ മിഠിക്കോ ബച്ചാവോ അല്ലെ, മണ്ണൊലിപ്പ് തടഞ്ഞ് ഭൂമിയെ അല്ലെങ്കിൽ മണ്ണിനെ സംരക്ഷിക്കൂ എന്ന് പറയുന്നുണ്ട്. ഖൂബ് പേട് ലഗാവോ ഹമാരെ ഭൂമിക്കോ ബച്ചാവോ, ധാരാളം പേട് ലഗാവോ മരങ്ങൾ വെച്ച് പിടിപ്പിക്കൂ, ഹമാരി ഭൂമിക്കോ ബച്ചാവോ നമ്മുടെ ഭൂമിയെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ. അപ്പൊ ഇതുപോലെയുള്ള ഒന്ന് രണ്ട് പരിസ്ഥിതി സംരക്ഷണം അല്ലെ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ പോസ്റ്ററുകളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. മെജോറിറ്റി ചാപ്റ്റേഴ്സിൽ നമ്മുടെ പ്രകൃതി ഒരു ഫാക്ടറായിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് എന്തായാലും ചോദിക്കാം. ചിലപ്പോൾ ഇപ്പൊ പ്രകൃതി എന്നതിന് പകരമായിട്ട് പരിസ്ഥിതി എന്നതിന് പകരമായിട്ട് ചിലപ്പോൾ ജൽ ചോദിക്കാം അല്ലെ, ജല സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കാം. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പോസ്റ്റർ, അതായത് സങ്കേത് പട്ട് തയ്യാറാക്കുക എന്നുള്ളത്. അപ്പൊ ഹിന്ദിയിലെ രണ്ട് ടൈപ്പാണ് നമ്മുടെ പോസ്റ്റേഴ്സ് ഉള്ളത്. എന്ന് പറയുന്നത് ഇങ്ങനെ മനുഷ്യന്മാരെ എന്തെങ്കിലും കാര്യങ്ങളെ അവെയർ ചെയ്യാനൊക്കെ ആയിട്ട് പ്ലക്കാർഡ്സ് പോലെയോ അല്ലെ സൂചനാ പട്ട് പോലെയൊക്കെ ഉപയോഗിക്കുന്ന സന്ദേശവാക്യങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് എഴുതുന്നതാണ്. നമ്മൾ എന്ത് എഴുതാണെങ്കിലും ബോക്സ് വരച്ച് നിർബന്ധമായിട്ട് തന്നെ എഴുതാം. ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണ്. നോക്കിക്കോളൂ, രണ്ട് ടൈപ്പ് ഓഫ് പോസ്റ്റേഴ്സ് ആണ് നമ്മുടെ ഹിന്ദിയിലുള്ളത്. ഒന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു സൂചനാ പട്ടാണ് അല്ലെ. ഇനി രണ്ടാമതായിട്ട് വന്നിട്ടുള്ളത് മിട്ടി സംരക്ഷൺ ദിവസ് സമാരോഹ കെ ബാരെ മേ എക് പോസ്റ്റർ തയ്യാർ കരെ, നമ്മുടെ മണ്ണ് ദിവസം അല്ലെ മണ്ണ് സംരക്ഷണ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ നോക്കൂ, ബോക്സ് വരച്ച് നല്ല ഭംഗിയിൽ തന്നെ എഴുതാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ബോക്സ് നിർബന്ധമായിട്ട് വരച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആൻസർ ഷീറ്റിന്റെ കാര്യത്തിൽ ആരും പിശുക്കും കാര്യങ്ങളൊന്നും കാണിക്കരുത്. നമുക്ക് എക്സാം പേപ്പർ ഒക്കെ ഇഷ്ടം പോലെ കിട്ടും. അപ്പൊ അതിൽ നിങ്ങളിപ്പോ ഈ ഒരു പോസ്റ്ററിന്റെ പകുതി ഭാഗം ഈ ഒരു പേജിലും ബാക്കി അടുത്ത പേജിലൊന്നും കൊടുക്കാൻ പാടില്ല. ഇത് നല്ല ഭംഗിയായ ഒരു ബോക്സ് ഒക്കെ വരച്ച് നല്ല നിർബന്ധമായിട്ട് നല്ല നീറ്റ് ക്ലീൻ ആയിട്ട് തന്നെ എഴുതുക. അതിൽ വെട്ടും കുത്തൊന്നും അധികം കൊടുക്കാതെ നല്ല വലിയ അക്ഷരത്തിൽ ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹെഡിങ് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചിലത് ഡാർക്കൺ ചെയ്യാം, ചിലത് നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. അതുപോലെ ചിലത് എന്ത് ചെയ്യാൻ പറ്റും, നല്ല വലുതാക്കി എഴുതാം, അതിന് മുകളിലോട് ഒന്നുകൂടെ ഡബിൾ ലൈൻ ആയിട്ട് എഴുതാം. അങ്ങനെ നിങ്ങൾക്ക് സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെ എഴുതിയിട്ട് ഫുൾ മാർക്ക് വാങ്ങുക. അപ്പൊ ഇവിടെ നോക്കിക്കോളൂ, മിട്ടി സംരക്ഷൺ ദിവസമാണ് ടോപ്പിക് വന്നിട്ടുള്ളത്. നോക്കാം, മിട്ടി സംരക്ഷൺ ദിവസം എന്ന് കൊടുത്തിട്ടുണ്ട്. ഉദ്ഘാടനം ആരാണ്? മുഖ്യമന്ത്രി കേരള രാജ്യ, അതായത് നമ്മുടെ കേരള സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ഡേ കൊടുത്തിട്ടുണ്ട്, ടൈം കൊടുത്തിട്ടുണ്ട്, പ്ലേസ് കൊടുത്തിട്ടുണ്ട്, ആൻഡ് എല്ലാവരും ഇൻവൈറ്റും കൂടെ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. ഡേറ്റ് ഇല്ല, ഡേ ഇല്ല, പ്ലേസ് ഇല്ല, ഉദ്ഘാടനം ഇല്ല, ഇങ്ങനെ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. ചിലപ്പോൾ നമ്മുടെ ചില ക്വസ്റ്റ്യൻസിൽ ഈ പറയുന്ന പോലെ ഡേറ്റ് തന്നിട്ടുണ്ടാവും, ഡേ തന്നിട്ടുണ്ടാവും, ഉദ്ഘാടനം ആരാണ്, ഗസ്റ്റ് ആരെങ്കിലും വരുന്നുണ്ടോ, ഏത് സ്കൂളിൽ വെച്ചിട്ടാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. അങ്ങനെ തന്നിട്ടുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾ അത് തന്നെ എഴുതാം. പക്ഷേ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതാം. അപ്പൊ നോക്കിക്കോ, മിട്ടി സംരക്ഷൺ ദിവസ് സമാരോഹം എന്ന് നമ്മൾ നല്ല വലുതായ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഉദ്ഘാടനം മുഖ്യമന്ത്രിയാണ് കേരള രാജ്യ. ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 2023 ഡിസംബർ 8 ശുക്രവാർ. ഡേ കൊടുത്തിട്ടുണ്ട് 10 ബജെ അല്ലെ, 10 ബജെ രാവിലെ 10 മണിയാണ്. സർക്കാരി ഹയർ സെക്കൻഡറി സ്കൂൾ കൊല്ലം എന്ന ഹെഡിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം സബ്കാ സ്വാഗത് ഹേ, എല്ലാവരെയും ഇൻവൈറ്റും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പോസ്റ്റർ എന്ന് പറയുന്ന ചോദ്യത്തിനുള്ള ഫുൾ മാർക്ക് ഉറപ്പാണ്. അപ്പൊ എല്ലാവരും നല്ല മിടുക്കരായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക.
അതുപോലെ തന്നെ എക്സാമിന് എഴുതുന്ന സമയത്ത് നല്ല വൃത്തിയിൽ നല്ല ക്ലിയർ ആയിട്ട് നീറ്റ് ആയിട്ട് തന്നെ എഴുതാനായിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മിസ്സിന്റെ ഈ ക്ലാസ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ എല്ലാവരും നല്ല മിടുക്കരായിട്ട് നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതി ഫുൾ മാർക്ക് വാങ്ങുക. നമുക്ക് അടുത്ത വർഷം ക്ലാസ് 7 വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയി എന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.